പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ രാവിലെ കാലം നമ്മളായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ഒരേ ഒരു വ്യക്തി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവിൻ. അതായത് അധ്വാനിക്കുന്നവരായിട്ടുള്ളവർ, ഭാരം ചുമക്കുന്നവരായിട്ടുള്ളത്, ഏത് വിഷയത്തിലൂടെ കടന്നു പോകുന്നു അവരെ ആശ്വസിപ്പിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് ഒരേ ഒരു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഏതെല്ലാം പുസ്തകങ്ങൾ വായിക്കുക, എവിടെയെല്ലാം നോക്കുക, ഹല്ലേലൂയ, ആശ്വാസം കണ്ടെത്തണമോ നമ്മുടെ കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മൾ കടന്നു വരണം. ഹല്ലേലൂയ, നമ്മുടെ ഭാരം ചുമക്കുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് കൂടെ ഉള്ളപ്പോൾ, ഹല്ലേലൂയ, ഇന്ന് നാം തന്നെ നമ്മുടെ ഭാരം അങ്ങ് ചുമക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പ്രയാസം തോന്നുന്നത്. പ്രിയ മക്കളെ, ഹല്ലേലൂയ, ദൈവസന്നിധി നമ്മുടെ ഭാരം ഒന്ന് ഇറക്കി വെക്കുവാൻ, ഹല്ലേലൂയ, ഒന്ന് സമയം കണ്ടെത്താമോ ഈ ദിവസങ്ങളിൽ? ഹല്ലേലൂയ, നമ്മുടെ ഭാരം മാറി, ഹല്ലേലൂയ, നമ്മുടെ വിഷയത്തിന്മേൽ അത്ഭുത മറുപടി കിട്ടും. ഹല്ലേലൂയ, എല്ലാവരും ഹല്ലേലൂയ ഓടിക്കൊണ്ടിരിക്കും അവരുടെ ഭാരം വഹിച്ചുകൊണ്ട്. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭാരം അപ്പന്റെ സന്നിധിയിൽ ഇറക്കി വെക്കുക. ആ ഓട്ടം ഒന്ന് നിർത്തിയിട്ട് അപ്പന്റെ സന്നിധിയിൽ അല്പസമയം ഒന്ന് ഇരിക്കുക. ഹല്ലേലൂയ, യേശുവിൽ ആശ്രയം വെച്ച് അടുക്കലേക്ക് വരുമ്പോൾ, യേശുവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ അതിഭയങ്കരമായ ആ ഭാരത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുകയും നമുക്ക് ആശ്വാസവും സമാധാനവും നൽകി തരും. ഹല്ലേലൂയ, ഇന്ന് സമാധാനത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുക. ഹല്ലേലൂയ, എന്ത് ചെയ്യണം, എവിടെയാണ് എനിക്ക് ഇച്ചിരി ആശ്വാസം കിട്ടുന്നത്, ആരിലൂടെ എനിക്ക് ആശ്വാസം കിട്ടും, എവിടെ ചെന്നാൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞങ്ങ് ഓടുക. ഹല്ലേലൂയ, പ്രിയ മക്കളെ, എല്ലാത്തിനും മറുപടി നമ്മുടെ കർത്താവിൻ്റെ പാദപീഠം മാത്രമേ ഉള്ളൂ. അപ്പൻ്റെ ഒരു സന്നിധിയിലൊന്ന് ഇരിക്കുവാൻ തയ്യാറാണോ? അവിടെ മറുപടിയാ. ഹല്ലേലൂയ, നമ്മുടെ ഭാരം ഇറക്കി വെക്കുവാൻ. അതുകൊണ്ടാ പറഞ്ഞ, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഏത് വിഷയമാണെങ്കിലും ഹല്ലേലൂയ, നിങ്ങൾ ഓടിച്ചാടി നടക്കേണ്ട, അവിടെ ഇവിടെയും ഹല്ലേലൂയ ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞ് പോകേണ്ട ഒരാവശ്യവുമില്ല. എൻ്റെ അടുക്കലേക്ക് വാ. നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന കർത്താവ്, നമ്മുടെ രോഗങ്ങളെ വഹിക്കുന്ന കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ, അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:4 പറഞ്ഞിരിക്കുന്നതാ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ഹല്ലേലൂയ, പ്രിയ മക്കളെ, രോഗം കടന്നു വരുമ്പോൾ അതിൻ്റെ ഭാരവും വേദനയും ഹല്ലേലൂയ ആ വ്യക്തിക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, നമ്മുടെ സകല രോഗങ്ങളെയും ചുമക്കുവാൻ നമ്മുടെ അപ്പൻ ശക്തനാ. ഹല്ലേലൂയ, മറ്റുള്ളവരുടെ രോഗം വഹിക്കുവാൻ ആരും തയ്യാറാകാതിരിക്കുമ്പോൾ നമ്മുടെ രോഗത്തിന്റെ ഏത് കാഠിന്യത്തിൽ കൂടി നാം കടന്നു പോയാലും അതിനെ വഹിക്കുവാൻ ശക്തനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, നമ്മുടെ വേദനകളെ ചുമക്കുന്ന അപ്പൻ. ഹല്ലേലൂയ, രോഗം ശരീരത്തിൽ ഹല്ലേലൂയ അകത്തോ പുറത്തോ ഉണ്ടാകുമ്പോൾ വേദന ശരീരം മാത്രമല്ല പ്രിയരെ, അത് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും എല്ലാം ബാധിക്കുക. ഹല്ലേലൂയ, ചിലപ്പോൾ ആ കുടുംബത്തെ തന്നെ ആ രോഗം ബാധിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, പല കുടുംബങ്ങളിലും ഹല്ലേലൂയ ഒരു വ്യക്തിക്ക് ഒരു രോഗം കടന്നു വരുമ്പോൾ ആ ഭവനം മുഴുവനും ഹല്ലേലൂയ സന്തോഷവും സമാധാനവും ഇല്ലാതെ ഭാരത്തോടിരിക്കുന്ന അവസ്ഥ. പ്രിയ മക്കളെ, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക. ഏത് രോഗമാണെങ്കിലും അപ്പന്റെ സന്നിധിയിൽ ഒന്ന് വെക്കുവാൻ തയ്യാറാണോ? 55-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. പ്രിയ മക്കളെ, നോക്കൂ, ഒരുവന്റെ വേദന നമുക്ക് ചുമക്കുവാൻ കഴിയുമോ? നമ്മുടെ വേദനയുമായി ദൈവത്തിന്റെ അടുക്കൽ ചെന്നാൽ നമ്മുടെ വേദന ഏതായാലും അത് ദൈവം ചുമക്കും. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ അപ്പന്റെ പാദപീഠത്തിൽ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാം. ഹല്ലേലൂയ, ദിവസങ്ങളിൽ കർത്താവ് അതിന്മേൽ പ്രവർത്തിക്കും. പ്രിയ മക്കളെ, ഹല്ലേലൂയ, കർത്താവിന്റെ കരുത്തിലേക്ക് ഏൽപ്പിക്കുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ, അവസാന നിമിഷങ്ങൾ അടുത്തു വരുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കുക. കർത്താവേ, എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ. പലപ്പോഴും ഞാൻ സമയങ്ങൾ ഹല്ലേലൂയ അപ്പന്റെ സന്നിധി വെക്കാതെ പലതിനു വേണ്ടി ഞാൻ ഹല്ലേലൂയ സമയങ്ങൾ ചെലവഴിച്ച് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് അപ്പന്റെ പാദപീഠത്തിലേക്കൊന്ന്
സ്ഥിതിക്ക് നമ്മുടെ വിഷയങ്ങൾ കർത്താവിന്റെ കരത്തിലേക്കൊന്ന് ഏൽപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ അതിനെ പുലർത്തും. ഹല്ലേലൂയ. നീതിമാൻ ഹല്ലേലൂയ ഒരിക്കലും കുലുങ്ങിപ്പോകുവാൻ, അവൻ നഷ്ടമായി തീരുവാൻ നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നോക്കൂ, പാപം ഒരു വ്യക്തിയെ വല്ലാതെ തളർത്തി കളയുന്ന ഒരു ഭാരമാ. ഹല്ലേലൂയ. പാപത്താൽ ഒരുവനുണ്ടാകുന്ന ഭാരം മറ്റൊരുവൻ ചുമക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ഭാരം ചുമക്കുവാനൊക്കെ തയ്യാറായ ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാ. ഗലാത്യർക്ക് ലേഖനം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, ഓരോരുത്തൻ താൻ്റെ ചുമട് ചുമക്കുമല്ലോ. നോക്കൂ, പാപത്തിന്റെ ചുമട് യേശുക്രിസ്തു ചുമന്ന്, ഹല്ലേലൂയ, ആ ചുമട് ക്രൂശിൽ യാഗമായി തീർന്നു. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെ നേടുവാൻ വേണ്ടി, നമുക്ക് വേണ്ടി പാപമായി തീർന്ന ആ അപ്പനിലേക്ക് നമുക്കൊന്ന് ഹല്ലേലൂയ ഇറങ്ങിച്ചെല്ലാം. അപ്പന്റെ കരത്തിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാം. എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്ന ഒരു രക്ഷയ്ക്കായി. ഹല്ലേലൂയ. അവൻ പാപം കൂടാതെ ഹല്ലേലൂയ രണ്ടാമത് പ്രത്യക്ഷനാകും. പ്രിയ മക്കളെ, ഹല്ലേലൂയ, അപ്പന്റെ വരവെങ്കിൽ നമ്മൾ അപ്പനോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാകണം. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നമുക്കായിത്തീരാ. കർത്താവേ, എന്നെ ഹല്ലേലൂയ അനുഗ്രഹിക്കണമേ. എൻ്റെ കുറവുകൾ കുറ്റങ്ങൾ ഓർക്കാതെ വണ്ണം എൻ്റെ ഭാരങ്ങൾ ചുമക്കുന്നേ അപ്പാ, അങ്ങയുടെ പാദപീഠത്തിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പന്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് ഏതെല്ലാം ഭാരമേറിയ വിഷയമുണ്ടോ അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. എൻ്റെ യേശുവിന്റെ സ്നേഹം ഓരോരുത്തരും അനുഭവിപ്പാൻ, മനസ്സിലാക്കുവാൻ ദൈവമേ സഹായിക്കണമേ. ക്രിസ്തുവിന്റെ സ്നേഹം ഓരോരുത്തരും ഹല്ലേലൂയ അനുഭവിക്കട്ടെ. ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ അനേക ജീവിതങ്ങൾ ഹല്ലേലൂയ അപ്പന്റെ സ്നേഹത്തിന് വേണ്ടി ഹല്ലേലൂയ ആയിത്തീരുമ്പോൾ, അപ്പാ, അങ്ങ് സ്നേഹിക്കുന്ന അപ്പനാണ്. അപ്പന്റെ സ്നേഹം ഓരോരുത്തരും അനുഭവിക്കണം. ഈ ദിനങ്ങളെ അതിന്മേൽ പ്രവർത്തിക്കണേ അപ്പാ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ ഓരോരുത്തരും മുന്നേറുവാൻ ദൈവം സഹായിക്കണമേ. ഹല്ലേലൂയ. പാവപ്രവർത്തികളിൽ നിന്ന് ജനങ്ങളെ വീണ്ടെടുക്കണമേ കർത്താവേ. ദിനങ്ങളിൽ യേശുവിലുള്ള സ്നേഹം എല്ലാവരും ഒന്ന് അനുഭവിപ്പാൻ, രുചിച്ചറിയുവാൻ, ക്രിസ്തുവിന്റെ വചനം മനസ്സിലാക്കി അപ്പനിൽ ആശ്രയം കണ്ടെത്തുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിലെ അത്ഭുത വെളിച്ചമായി തീരട്ടെ. അന്ധകാര അവസ്ഥകളെല്ലാം മാറട്ടെ. ഹല്ലേലൂയ. ഭാരപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന എല്ലാ വിഷയത്തിന്മേലും ദൈവപ്രവൃത്തി കാണുവാൻ, അപ്പന്റെ സന്തോഷം ഹല്ലേലൂയ അപ്പന്റെ മറുപടി കാണുവാൻ ഇടയായി തീരട്ടെ. കർത്താപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അധ്വാനിക്കുന്നവരായി ഭാരം ചുമക്കുന്നവരായിട്ടുള്ള ജീവിതങ്ങളെ അപ്പൻ മാടി വിളിക്കുമ്പോൾ അപ്പന്റെ ആ വിളി കേൾക്കുവാൻ, നിങ്ങളൊന്ന് കേൾക്കുവാൻ ശക്തിയോടെ ഹല്ലേലൂയ കാതോർത്ത് അപ്പന്റെ ഹല്ലേലൂയ ആ വിളിക്ക് വേണ്ടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ആ വാതിലൊന്ന് തുറന്നു കൊടുക്കുക. പ്രീതി മക്കളെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.